അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 6 ഫിഖ്ഹുൽ ഇസ്ലാമിലെ 14ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 6 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. അൽ വഹദത്തു റാബിഅത്ത് അശർ, 14ാമത്തെ പാഠം. അഖുസിറത്തി സ്വലാത്തു അം നസീത യാ റസൂലല്ലാഹ്. ഒരിക്കൽ അസ്ർ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 റക്അത്ത് കഴിഞ്ഞ് സലാം ചൊല്ലി. ദുൽയദൈനി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ചോദിച്ചു, അങ്ങ് മറന്നതാണോ അല്ലെങ്കിൽ നിസ്കാരം ചുരുക്കപ്പെട്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ദുൽയദൈനി റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെയാണ് കാര്യം? സ്വഹാബികൾ പറഞ്ഞു, അതെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർത്തിയാക്കി നിസ്കരിക്കുകയും സഹ്വിൻ്റെ 2 സുജൂദ് നിർവഹിക്കുകയും ചെയ്തു. സലാം ചൊല്ലുന്നതിൻ്റെ അല്പം മുമ്പാണ് സഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ടത്. നിസ്കാരത്തിലെ സുജൂദ് പോലെയാണത്. സുജൂദിലെ ദിക്റുകൾ തന്നെയാണ് ചൊല്ലേണ്ടത്. എന്നാൽ ഇമാമും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനും സഹ്വിൻ്റെ സുജൂദ് ചെയ്യാൻ തുടങ്ങുമ്പോൾ സുജൂദിനെ കരുതണം. കരുതിയില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും. അപ്പോൾ ആ സുന്നത്തുകളിൽ വല്ലതും ഒഴിവാക്കിയോ എന്ന് സംശയിക്കുകയോ ചെയ്യുക. ഖൗലിയായ ഫർലിനെയോ അബ്ആൽ സുന്നത്തിനെയോ സൂറത്തിനെയോ അസ്ഥാനത്ത് ഓതുക. മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ മറന്നു ചെയ്യുക. റക്അത്തുകൾ കൂടുതലായോ എന്ന സംശയത്തോടെ നിസ്കരിക്കുക എന്നീ കാര്യങ്ങളുണ്ടായാൽ സഹ്വിൻ്റെ സുജൂദ് സുന്നത്താണ്. നമുക്കറിയാം, സുന്നത്തുകൾ 2 വിധമുണ്ട്: അബ്ആൽ സുന്നത്തുകൾ, ഹൈആത്ത് സുന്നത്തുകൾ. അപ്പോൾ നിസ്കാരത്തിൽ അബ്ആൽ സുന്നത്തുകളിൽ വല്ലതും ഒഴിവാക്കിയോ എന്ന് സംശയിച്ചാൽ സഹ്വിൻ്റെ സുജൂദ് ചെയ്യണം. എപ്പോഴാണ് ചെയ്യേണ്ടത്? സലാം ചൊല്ലുന്നതിൻ്റെ അല്പം മുമ്പാണ് സഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ടത്. ഇനി ഖൗലിയായ ഫർലിനെയോ അബ്ആൽ സുന്നത്തിനെയോ സൂറത്തിനെയോ അസ്ഥാനത്ത് ഓതുക. ഇനി മനഃപൂർവ്വം ചെയ്താൽ ബാത്തിലാകുന്ന കാര്യങ്ങൾ മറന്നു ചെയ്യുക. 3 റക്അത്തുള്ള നിസ്കാരം 4 റക്അത്തായി നിസ്കരിച്ചോ എന്ന് സംശയത്തോടെ നിസ്കരിക്കുക. എന്നീ കാര്യങ്ങളുണ്ടായാൽ സഹ്വിൻ്റെ സുജൂദ് സുന്നത്താണ്. അടുത്ത പേജ് നോക്കൂ. സുജൂദിൻ്റെ മറ്റൊരു ഇനമാണ് തിലാവത്തിൻ്റെ സുജൂദ്. ഇപ്പോൾ നമ്മൾ സഹ്വിൻ്റെ സുജൂദിനെ കുറിച്ച് നോക്കി. ഇനി നമുക്ക് തിലാവത്തിൻ്റെ സുജൂദിനെ കുറിച്ച് നോക്കാം. സജ്ദയുടെ ആയത്തുകൾ പൂർണ്ണമായി ഓതുകയോ കേൾക്കുകയോ ചെയ്യുന്നവന് അത് സുന്നത്താണ്. അത് ഒരു സുജൂദ് മാത്രമാണ്. സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശക്ക സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന ദിക്റാണ് ഇതിൽ ചൊല്ലേണ്ടത്. നിസ്കാരത്തിലും ഈ സുജൂദ് സുന്നത്താണ്. എന്നാൽ ഇമാം സുജൂദ് ചെയ്താൽ മാത്രമേ മൗമും ചെയ്യാൻ പാടുള്ളൂ. റെക്കോർഡ് ചെയ്ത ഖിറാഅത്തിലെ സജ്ദയുടെ ആയത്ത് കേട്ടാൽ സുജൂദ് ചെയ്യേണ്ടതില്ല. നിസ്കാരത്തിന് പുറത്ത് തിലാവത്തിൻ്റെ സുജൂദിന് 4 ഫർളുകളുണ്ട്: നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, ഒരു സുജൂദ്, സലാം എന്നിവയാണവ. നിയ്യത്ത് ഉച്ചരിക്കുക. തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ സമയം ചുമലിന് നേരെ കൈ ഉയർത്തുക. കുനിയുന്നതിനും ഉയരുന്നതിനും തക്ബീർ ചൊല്ലുക. സലാമിന് വേണ്ടി ഇരിക്കുക. ദിക്ർ ചൊല്ലുക എന്നിവ അതിൻ്റെ സുന്നത്തുകളാണ്. നിസ്കാരത്തിൽ സജ്ദത്തു തിലാവയ്ക്ക് ഒരു ഫർള് മാത്രമേ ഉള്ളൂ. അത് ഒരു സുജൂദാണ്. നിയത്ത് വയ്ക്കുക. കുനിയുന്നതിനും ഉയരുന്നതിനും തക്ബീർ ചൊല്ലുക, ദിക്ർ ചൊല്ലുക. ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം ഒഴിവാക്കുക. സുജൂദിൽ നിന്ന് ഉയർന്ന് വീണ്ടും റുക്കൂ ചെയ്യുന്നതിന് മുമ്പ് ഖുർആനിൽ നിന്ന് വല്ലതും ഓതുക തുടങ്ങിയവ നിസ്കാരത്തിലെ സജ്ദത്തു തിലാവയുടെ സുന്നത്തുകളാണ്. തിലാവത്തിൻ്റെ സുജൂദ് പോലെയാണ് ശുക്രിൻ്റെ സുജൂദും. അപ്രതീക്ഷിതമായ അനുഗ്രഹമുണ്ടാകുമ്പോഴും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴും മുസീബത്തിൽ അകപ്പെട്ടവനെ കാണുമ്പോഴും ഫാസിഖുകളെ കാണുമ്പോഴും ഇത് സുന്നത്താണ്. നിസ്കാരത്തിൽ ശുക്രിൻ്റെ സുജൂദ് ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. കാരണങ്ങൾ ഉണ്ടായതിനു ശേഷം സമയം ദീർഘിച്ചാലും വേണ്ടെന്ന് വെച്ചാലും ഈ 2 സുജൂദും ചെയ്യാനുള്ള അവസരം നഷ്ടമാകും. ഇവ രണ്ടും ഖളാ വീട്ടാനും പറ്റില്ല. ഈ പാഠം കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ?
നമുക്കിനി ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നഖ്താറുൽ മുനാസിബ്. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ശരിയുത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. സഹ്വിൻ്റെ സുജൂദ് ചെയ്യാൻ തുടങ്ങുമ്പോൾ സുജൂദിനെ കരുതണം. ഓപ്ഷൻസ് നോക്കൂ. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവൻ, മൗമൂം, മസ്ബൂക്ക്. ശരിയുത്തരം ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവൻ. 2. സജ്ദയുടെ ആയത്തുകൾ പൂർണ്ണമായി ഓതുകയോ കേൾക്കുകയോ ചെയ്താൽ സുന്നത്താണ്. ഓപ്ഷൻസ് തിലാവത്തിന്റെ സുജൂദ്, ശുക്രിന്റെ സുജൂദ്, സഹ്വിന്റെ സുജൂദ്. ശരിയുത്തരം തിലാവത്തിന്റെ സുജൂദ്. 3. സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ഓപ്ഷൻസ് ആദ്യത്തെ അത്തിഹ്യാത്ത് ഒഴിവാക്കിയാൽ, ഫാത്തിഹ ഒഴിവാക്കിയാൽ, സൂറത്ത് ഒഴിവാക്കിയാൽ. ശരിയുത്തരം ആദ്യത്തെ അത്തിഹ്യാത്ത് ഒഴിവാക്കിയാൽ. 4. നിസ്കാരത്തിന് പുറത്ത് തിലാവത്തിന്റെ സുജൂദിന്റെ ഫർളുകൾ. ഓപ്ഷൻസ് 3, 4, 2. ശരിയുത്തരം 4. 5. നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. ഓപ്ഷൻസ് സഹ്വിന്റെ സുജൂദ്, ശുക്രിന്റെ സുജൂദ്, തിലാവത്തിന്റെ സുജൂദ്. ശരിയുത്തരം ശുക്രിന്റെ സുജൂദ്. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നുക്കമ്മിൽ. വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. സജദ വജ്ഹിയ ലില്ലദി ഡാഷ് അൽ ഖാലിഖൈൻ ഖലഖഹു വസവ്വറഹു വശക്ക സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനു. നമുക്കിതൊന്ന് ചേർത്ത് വായിച്ച് നോക്കാം. സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശക്ക സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. രണ്ടാമത്തത് സലാം ചൊല്ലുന്നതിന് ഡാഷ് സഹ്വിന്റെ സുജൂദ് ചെയ്യണം. അവിടെ പൂരിപ്പിക്കേണ്ടത് അല്പം മുമ്പ്. സലാം ചൊല്ലുന്നതിന് അല്പം മുമ്പ് സഹ്വിന്റെ സുജൂദ് ചെയ്യണം. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നുജീബ്. അതിൽ ഒന്നാമത്തെ ചോദ്യം ദുൽയദൈനി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. എന്ത്? ഉത്തരം അങ്ങ് മറന്നതാണോ അല്ലെങ്കിൽ നിസ്കാരം ചുരുക്കപ്പെട്ടോ എന്ന്. രണ്ടാമത്തെ ചോദ്യം സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താകും. ആർക്ക്? ഉത്തരം നിസ്കാരത്തിൽ മറവിക്കൊണ്ടോ മറ്റോ കുറവുകൾ സംഭവിച്ചവന് അത് പരിഹരിക്കുന്നതിന് വേണ്ടി സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താകും. മൂന്നാമത്തത് ശുക്രിന്റെ സുജൂദ് സുന്നത്താണ്. എപ്പോഴെല്ലാം? ഉത്തരം അപ്രതീക്ഷിതമായ അനുഗ്രഹമുണ്ടാകുമ്പോഴും, അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴും, മുസീബത്തിൽ അകപ്പെട്ടവനെ കാണുമ്പോഴും, ഫാസിക്കുകളെ കാണുമ്പോഴും. തദ്രീബാത്തിൽ നാലാമത്തെ പ്രവർത്തനം തഖ്സീസ്. നിസ്കാരത്തിലും അല്ലാത്തപ്പോഴുമുള്ള തിലാവത്തിന്റെ സുജൂദിന്റെ രൂപം ക്ലാസ്സിൽ വിശദീകരിക്കുക. തഖ്സീസിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ചെറിയ വിശദീകരണം കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നിസ്കാരത്തിലെ സുജൂദ് പോലെ തന്നെയാണ് തിലാവത്തിന്റെ സുജൂദും. ഒരു സുജൂദ് മാത്രമാണ് തിലാവത്തിന് സുന്നത്തുള്ളത്. നിസ്കാരത്തിലാണ് സജ്ദയുടെ ആയത്ത് ഓതിയതെങ്കിൽ നേരെ സുജൂദിലേക്ക് പോയി ഒരു സുജൂദ് ചെയ്ത് തിരിച്ച് നൃത്തത്തിലേക്ക് തന്നെ വരേണ്ടതും നിസ്കാരം തുടരേണ്ടതാണ്. നിസ്കാരത്തിന് പുറത്താണെങ്കിൽ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്ത് നിസ്കാരത്തിലെ സുജൂദ് പോലെ ഒരു സുജൂദ് ചെയ്യുകയും സലാം വീട്ടുകയും ചെയ്യുകയാണ് വേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. നിസ്കാരത്തിൽ തിലാവത്തിന്റെ സുജൂദിന്റെ രൂപം. നിസ്കാരത്തിൽ സജ്ദയുടെ ആയത്ത് പൂർണ്ണമായും ഓതിയതിനു ശേഷം മനസ്സുകൊണ്ട് നിയ്യത്ത് ചെയ്ത് സുജൂദിലേക്ക് പോവുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സജ്ദയുടെ സുജൂദിനെ ഞാൻ കരുതുന്നു എന്നതാണ് നിയ്യത്ത്. ഇങ്ങനെ നിയ്യത്ത് ചെയ്യൽ നിസ്കാരത്തിൽ സുന്നത്താണ്. നിയ്യത്ത് നാവ് കൊണ്ട് ഉച്ചരിച്ചാൽ നിസ്കാരം ബാത്തിലാകും. ഒരു സുജൂദ് ചെയ്ത് നൃത്തത്തിലേക്ക് തിരിച്ചു വരിക. സുജൂദിൽ സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശക്ക സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നാണ് ചൊല്ലേണ്ടത്. ഈ ദിക്ർ അറിയില്ലെങ്കിൽ സാധാരണ സുജൂദിൽ ചൊല്ലുന്ന ദിക്റും ചൊല്ലാവുന്നതാണ്. ശേഷം നൃത്തത്തിലേക്ക് തിരിച്ചു വരികയും അല്പം കൂടി ഖുർആൻ ഓതുകയും ചെയ്യുക. ആയത്ത് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ചെറിയ സൂറത്ത് ഓതുകയോ പൂർത്തിയായിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള ആയത്തുകൾ ഓതുകയും ചെയ്യുക. ഇങ്ങനെയാണ് നിസ്കാരത്തിൽ തിലാവത്തിന്റെ സുജൂദ്. ഇനി നിസ്കാരത്തിന് പുറത്ത് തിലാവത്തിന്റെ സുജൂദിന്റെ രൂപം നോക്കാം. തിലാവത്തിന്റെ സുജൂദിന്റെ ആയത്ത് പൂർണ്ണമായും ഓതിക്കഴിഞ്ഞതിനു ശേഷം തിലാവത്തിന്റെ സുന്നത്തായ സുജൂദ് അല്ലാഹു തആലയ്ക്ക് വേണ്ടി നിർവഹിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. ശേഷം അല്ലാഹു അക്ബർ എന്ന് തക്ബീർ കെട്ടി സുജൂദിലേക്ക് പോവുക. സുജൂദിൽ സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശക്ക സമഅഹു വബസറഹു
ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് ചൊല്ലുക. ഒറ്റ സുജൂദ് മാത്രം നിർവഹിച്ച് ഇരുത്തത്തിലേക്ക് പ്രവേശിക്കുക. ശേഷം നിസ്കാരത്തിൽ സലാം വീട്ടുന്നത് പോലെ രണ്ട് ഭാഗത്തേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുക. നിയ്യത്ത് ഉച്ചരിക്കുക. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയം ചുമലിന് നേരെ കൈ ഉയർത്തുക. കുനിയുന്നതിനും ഉയർന്നതിനും തക്ബീർ ചൊല്ലുക. സലാമിന് വേണ്ടി ഇരിക്കലും ദിക്ർ ചൊല്ലലും ഈ സുജൂദിന്റെ സുന്നത്തുകളാണ്. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.